ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എന്തൊരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞാൻ കാലത്തിന് വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് വന്നു. അപ്പോൾ കമ്പനിയിലെ എല്ലാ ഏട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും അവരുടെ വർക്കിന് പോകാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാലത്ത് വന്നപ്പോൾ തന്നെ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ഞാനൊക്കെ ഒരു അത്യാവശ്യം നനഞ്ഞിട്ടാണ് വന്നത്. കമ്പനിയിലെത്തി. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പണിയില്ല, ലീവാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, പുറത്തേക്ക് പോട്ടെ, ഞങ്ങളിന്ന് ചെറിയൊരു ട്രിപ്പ് പോയിട്ട് വരട്ടെ ചോദിച്ചു. അപ്പോൾ സാറ് ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. ഭയങ്കര ഹാപ്പിയായി ഞങ്ങളെല്ലാവരും. സോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കാറിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി. ആ കാണുന്നത് ഞങ്ങളുടെ ഇൻ്റർലോക്കാണ്. ഇൻ്റർലോക്ക് കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ 4 ഇയേഴ്സായി ഇവിടെ വർക്കിന് വന്നിട്ട്. ഞങ്ങൾ ആരും ഇന്നേ വരെ പുറത്തൊന്നും ഒരുമിച്ച് പോയിട്ടില്ല. ഇന്ന് എല്ലാവർക്കും ലീവാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമത്തോടു കൂടി തിരിഞ്ഞു പോകണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ ദിവസം ഒരു ഹാപ്പി ആയിട്ട് ഒരു മെമ്മറി ആയിട്ട് മെമ്മറബിളായിട്ട് മാറ്റാനായിട്ട് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ കയറുന്നത് കവിത, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അവളുടെ കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു, മകനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കാറിൽ പോയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങളങ്ങനെ അടിപൊളിയായിട്ട് പോകണം. ബാക്കിൽ 2 പേരും തൂക്കിയിട്ടിട്ടുണ്ട്. സീറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരെ ബാക്കിലേക്ക് ആക്കി. എന്നെ അറിയുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയും, ഞാൻ കൂടുതൽ പോകുന്നത് തമിഴ്നാട്ടിലെ സൂലക്കൽ മാരിയമ്മൻ്റെ അമ്പലത്തിലേക്കാണ്. എന്തോ സംതിങ് അമ്പലമായിട്ട് എനിക്ക് ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. സോ ഇന്ന് ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആദ്യം ഞാൻ പറഞ്ഞത് അമ്പലത്തിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അതിലേക്ക് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. ഞങ്ങൾ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് കിടക്കുകയാണ്. അവിടെയും നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ മാത്രം മഴ ഉണ്ടാവുള്ളൂ, പക്ഷേ അവിടെ ഫുള്ള് ആ ഭാഗത്തേക്കൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. സോ ഞങ്ങൾ എല്ലാവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. ഞാൻ കുറേ വട്ടം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കുറച്ച് സ്പെഷ്യലായിരുന്നു. കാരണം ഞങ്ങളുടെ കൂടെ പണി ചെയ്യുന്നവരുമായിട്ട് ഒരു പുറത്തേക്കുള്ളൊരു ചെറിയൊരു യാത്ര, അതും സഡൻലി പ്ലാൻ ചെയ്തായിരുന്നു. സോ ഇന്ന് കുറച്ച് സ്പെഷ്യലായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ പോയി അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നല്ലോണം നിന്ന് നന്നായി തൊഴുതാൻ തന്നെ ഞങ്ങൾക്ക് പറ്റി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഉള്ളിൽ കയറി തൊഴുതി. ഉള്ളിൽ മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊഴുതി. ഇത് ബാക്കിൽ പുറത്തുള്ള സ്ഥലമാണ്, അമ്പലത്തിൻ്റെ ചുറ്റുമാണ്. എല്ലാവരും തൊഴുതി കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് ഇരുന്നിട്ട് പോകുമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടെ അവിടെ വട്ടത്തിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ, ഓരോരുത്തരുടെ കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അമ്പലത്തേക്കുള്ളൊരു യാത്ര എന്നുള്ളത്. രാവിലെ എണീറ്റ് വരുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. എല്ലാവരും കുറേ പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി. ഇതോടുകൂടി കഴിഞ്ഞില്ല, ഇനിയൊരു ട്രിപ്പും കൂടെ ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു, വേറൊരു അമ്പലത്തിലേക്കാണ്. അപ്പോൾ കാലത്ത് ആരും ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പൊരിയും കടലയും കൂടെ മേടിച്ചു. വണ്ടിയിൽ പോകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പൊരിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഗൈസ്. ഞങ്ങൾ പോകുന്ന വഴിയും നല്ല വഴിയായിരുന്നു. കുണ്ടും കുഴിയൊന്നും കൂടുതലില്ല. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു പോകുന്ന വഴിക്കെല്ലാം കൂടി കാണാനായിട്ട്. ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു വയലാണോ അതെന്തോ ഒരു കാടിൻ്റെ അടുത്ത് വന്നിട്ട് കുറേ മയിലുകൾ ഇങ്ങനെ ഒരുമിച്ച് ലൈനായിട്ട് നിൽക്കുന്നത് കണ്ടു. നല്ല രസമായിരുന്നു ഗൈസ് ആ കാഴ്ച എന്നുള്ളത്. അതും കൂടി കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങളുടെ പോകേണ്ട സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ തമിഴ്നാട്ടിൽ വേറൊരു അമ്പലം, മുത്തുമലൈ മുരുകൻ കോവിൽ എന്ന് പറയും. സോ നല്ല ഒരു മലയുടെ മുകളിൽ, വലിയ മലയൊന്നുമല്ല, ചെറുതായിട്ടൊരു മലയുടെ മുകളിലാണ് അമ്പലം. അവിടെ നിന്ന് കാണുന്ന വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് പടികളൊന്നും കൂടുതൽ കയറാനില്ല. അപ്പോൾ റോഡ് ഇട്ടിട്ടുണ്ട്. അമ്പലത്തിൻ്റെ മുൻവശം വരെ നമുക്ക് റോഡുണ്ട്. നമ്മൾ വണ്ടിയിൽ തന്നെയാണ് അവിടം വരെ വന്നു. ഫ്രണ്ടിൽ എന്തോ വർക്ക് നടക്കാൻ തോന്നുന്നു. അമ്പലത്തിൻ്റെ എന്തോ വർക്ക് കാര്യങ്ങൾ നടക്കുകയാണ്. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. അമ്മയുടെ ഒപ്പം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി ഇതിലേക്ക് ഇപ്പോൾ എല്ലാവരുടെ ഒപ്പം കൂടെ വരാൻ പറ്റി. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം എന്നുള്ളത്. ഉള്ളിൽ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, പക്ഷേ ഇവിടെ നിന്ന് കാണാൻ നല്ല കാഴ്ച. അതെന്താ പറയുക, ഫോണിൽ കൂടുതൽ ക്യാപ്ചർ ആവില്ല. നമുക്ക് കണ്ട് തന്നെ അത് മനസ്സിലാക്കണം, കണ്ട് ആസ്വദിക്കാനേ പറ്റുള്ളൂ. അത്രയും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഇവിടെ ഭജന ഉണ്ടായിരുന്നു. ഭജന എന്ന് വെച്ചാൽ അവരിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഞങ്ങളവിടെ ഇരുന്ന് കുറച്ചൊക്കെ കേട്ടു. ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇടയ്ക്ക് ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കറിഞ്ഞ അവിടെ അന്നദാനം ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, ഇത്രയും ദൂരം വന്നല്ലേ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ദൈവത്തിനെ അങ്ങനെ വലം വെച്ച് കൊണ്ടുവരുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് അതും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും അല്ല, അതിനപ്പുറം കുറേ ആൾക്കാർ അവിടെ കൂടിയുണ്ടായിരുന്നു. നല്ല തിരക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഈ തിരക്കൊക്കെ ഈ അമ്പലത്തിൽ കാണുന്നത്. അപ്പം എന്തോ വിശേഷം കൂടി ആയപ്പം എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് അവിടെ പുറത്ത് തന്നെ ഇങ്ങനെ അവിടെ മതിൽ പോലെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ് അവർ. നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴായിരുന്നു അതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഭക്ഷണം എന്നുള്ളത് തൈര് ചോറും തക്കാളി ചോറും പിന്നെ പൊങ്കലും അങ്ങനെ ഉണ്ടായിരുന്നു.
അപ്പോൾ വയറ് ഫുള്ളായി ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് കഴിക്കാൻ നല്ല രസമാണ്, കാരണം ബാക്കിലുള്ള വ്യൂ ഒക്കെ കാണുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കണ്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ ഇനി കമ്പനിയിലോട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.